എന്റെ മരണത്തിന്റെ കാരണക്കാരി നീയായിരിക്കും. അതൊന്നും കാണിക്കില്ലേ മോളെ? എന്തൊക്കെ കാണിക്കുന്നേ? ശ്രീ മോളെ എന്താ മോളെ നീ കാണിച്ചത്? ഞാനൊരാൾ ചെയ്ത തെറ്റിന്റെ ഫലം അതനുഭവിക്കുന്നത് രാജുവിന്റെ കുടുംബം. രാജുവിന്റെ ഒപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ അത് ശ്രീയുടെ വിവാഹത്തെ ബാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്ത്രീധനമല്ലേ? ഞാൻ എന്റെ സ്വർണം മുഴുവനും തരാം. ശ്രീയുടെയും ഹരീഷിന്റെ വിവാഹം നടത്തിക്കൊടുക്കൂ. സ്ത്രീധനം കൊണ്ട് മാത്രം എല്ലാം ആകില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ അപമാനം, എന്റെ മകൾ രമ്യയ്ക്ക് നഷ്ടമായ അവളുടെ ആഗ്രഹം, നീ തകർത്ത് കളഞ്ഞതൊക്കെ പണം കൊണ്ടും പണ്ടം കൊണ്ടും നികത്താനാവില്ല ഋതികെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ഞാൻ ചെയ്യും? ഞാൻ കാല് പിടിക്കാം. അയ്യോ, മന്ത്രിയുടെ മോള് എന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ തെറ്റെന്റെയാ. ഞാൻ കാരണം ശ്രീ വിഷമിക്കരുത്. ആന്റി വലിയ മനസ്സ് കാട്ടണം. ഹരീഷിനെ കൊണ്ട് ശ്രീയുടെ കഴുത്തില് താലി കെട്ടിക്കണം. പ്ലീസ്. തൃപ്തിയായോ നിനക്ക്? കൊട്ടാരം പോലുള്ളൊരു വീട്ടില് സർവ്വ സുഖങ്ങൾക്കും ഇടയിൽ ജീവിച്ചൊരു പെൺകുട്ടിയായവള്. അവളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നിന്റെയും നിന്റെ വീട്ടുകാരുടെയും
സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടവരുടെയൊക്കെ കാലുവീഴ്ച യാചിക്കുന്നു. കണ്ടു നിൽക്കുന്നവർ നാളെ ഇത് തെരുവിലും കടത്തണിയിലും ചർച്ചയാക്കുമ്പോ നഷ്ടാവാൻ പോകുന്നത് എന്റെ ഇമേജാ. തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്റെ മാനം നഷ്ടമാക്കി ഇവളെ കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാ. പക്ഷേ ഇവൾ അപമാനിക്കപ്പെടുമ്പോ നിങ്ങളൊക്കെ കാരണം സമൂഹത്തിൽ തരം താഴ്ത്തപ്പെടുമ്പോ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സൽപ്പേരാ. പ്രതാപവർമ്മ ഭൂമിയോളം ക്ഷമിക്കും. ക്ഷമ നശിച്ച കർമ്മബലം അത് അനുഭവിച്ചേ മതിയാകും. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇന്ന് ക്ഷേത്രത്തിൽ അരങ്ങേറിയതുപോലുള്ള കൂത്തുകള് മേലിൽ ആവർത്തിക്കാൻ പാടില്ലെന്ന് പറയാനാ. രാജുവിന്റെ അച്ഛനും അമ്മയും പോലും ഉണ്ട ചോറിന് നന്ദി കാണിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അന്നം തന്ന ആളുടെ മകളുമായി മകൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇങ്ങനെ പലപ്പോഴായി ആഘോഷമാക്കി പത്താളെ കാണിക്കാൻ പൊതുസ്ഥലത്തേക്ക് ഇറക്കില്ലായിരുന്നു. സാറേ അത് ഞാൻ വിശദീകരണം ആവശ്യപ്പെട്ടോ? സന്തോഷമുണ്ട്. തന്നിഷ്ടത്തിന് കാമുകനോടൊപ്പം വീട് വിട്ടിറങ്ങിയ ഹൃതികയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. വർമ്മ സാറ് പറഞ്ഞു ശരിയാ. ഒരു രാജകുമാരി എൻ്റെ മകൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ സ്വയം മറന്നു. എൻ്റെ മകൻ ചെയ്ത പ്രവർത്തികളുടെ തെറ്റ് ഞാൻ ഓർത്തില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാൻ കാരണം നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടുന്നതും കുത്തുവാക്കുകൾ കേൾക്കുന്നതും. എന്താ ഹൃതികമായിട്ടത്? പാടില്ല മാഡം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എൻ്റെ മകനെ വിശ്വസിച്ച് ഈ ജീവിതത്തിൽ സംഭവിക്കൂ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, ഹൃതിക മാഡത്തിന് നിലയും വിലയും കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഹൃതിക മാഡത്തിന് തല കുനിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. ശ്രീ, രുക്മിണിക്ക് വാശിയുണ്ടെങ്കിലേ അതിന്റെ 100 ഇരട്ടി വാശി നമുക്കും വേണം. എന്റെ മോക്ക് നല്ലൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ചാൽ രാധേ, നീ ചെന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി. അച്ഛൻ ഇങ്ങനെ ഇവളെ തലയിൽ കയറ്റി വെച്ചോ?
അവസാനമുള്ള കിടപ്പാടവും പോയി റോഡിലിറങ്ങി തെണ്ടേണ്ട അവസ്ഥ വന്നാലേ അച്ഛൻ പഠിക്കൂ. ചേച്ചി രാജുവിന്റെ കൂടെ രാജുവിന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോ ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആകുക മാത്രമല്ല, രാജുവിനെയും രാജുവിന്റെ വീട്ടുകാരെയും ഞാൻ കുഴപ്പത്തിലാക്കി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കാം. മാഡം വിഷമിക്കണ്ട. മാഡം റൂമിലേക്ക് ചെല്ല. നീ ക്ഷേത്രത്തിൽ നിന്നും ധൃതി പിടിച്ച് എങ്ങോട്ടാ പോയേ? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു ചേച്ചി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി. ശരി, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ നിനക്ക് ഡിന്നർ എടുത്തു വെക്കാം. ശരി. ചേട്ടാ, എന്താ ശേര? മറ്റന്നാ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ, ഈ ടെൻഷൻസിന്റെയും നൂറുകൂട്ടം ചിന്തകൾക്കുമിടയിൽ ഞാനതങ്ങ് മറന്നുപോയി ശേര. അത് സാരല്ല ഏട്ടാ, തിരക്കാണെന്നറിയാം. എന്നാലും മറ്റന്നാ ഉണ്ണാനെങ്കിലും വീട്ടിലുണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്താ യാമിനി ഇത്? എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ആഘോഷിക്കാറല്ലേ പതിവ്. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മറന്നത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഒരിക്കലും അല്ല ചേട്ടാ. എന്തും സമയത്ത് ചേട്ടനെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്ന ആള് ചേട്ടന്റെ ഒപ്പം ഇപ്പൊ ഇല്ലാത്തതിന്റെ കുഴപ്പം മാത്രമാ, അല്ലാതെ ചേട്ടന്റെ മിസ്റ്റേക്ക് അല്ല. അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടതുണ്ടോ ശേഖര? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ശേഖര. നീ നോക്കിക്കോ, കുറച്ച് സമയം കൂടി ദീപകിന് കൊടുത്താ അവൻ രാജുവിനേക്കാൾ കേമനാണെന്ന് തെളിയിക്കും. യാമിനി, വിവാഹ വാർഷികം നമുക്ക് ആഘോഷാക്കി കളയാം. എന്താ? അതെ, യാമിനി പറയും. ഇത്തവണ എന്ത് സമ്മാനമാണ് വേണ്ടത്? യാമിനി, പ്രതാപൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അത് പറയ്. പുതിയ ബംഗ്ലാവോ കാറോ എന്താന്ന് വെച്ചാ ചോദിക്കേ. ചേട്ടാ, അത് യാമിനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും പറയൂ യാമിനി. യാമിനിയുടെ ആഗ്രഹം എന്താണെങ്കിലും ഞാനത് സാധിച്ചിരും. യാമിനി പറയേ. പ്രതാപേട്ട, അത് എനിക്ക് പ്രതാപേട്ടൻ ദേഷ്യപ്പെടരുത്. ഏയ് ഇല്ലെന്നേ. വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷന് എന്തായാലും നമുക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റുകളൊക്കെ വരുമല്ലോ. അതെ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെയാ. ഞാൻ മാത്രല്ല, ശേഖരേട്ടനും. ആളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കണം. ആരെ? ഋതുമോളെ. എന്താ യാമിനി ഇത്? ഇത്രയൊക്കെ നമ്മളോട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും അവളോട് സ്നേഹവും സഹതാപമാണെന്ന് അറിയുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അവളുണ്ടാക്കി തന്ന അപമാനം, നമ്മുടെ കുടുംബത്തിനുണ്ടായ അപമാനം, അത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നോ? അല്ല പ്രതാപേട്ട, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട.
അവളെ കുറിച്ചും അവള് ചെയ്തതിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ എനിക്കിപ്പോ തലവേദനയാ. അവളുടെ മുഖം കാണണമെന്ന് പ്രാർത്ഥിച്ചാണ് എന്നും ഞാനിപ്പോ എഴുന്നേക്കുന്നത് തന്നെ. അവൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയതാ എന്റെ സമാധാനം. ഒഴിഞ്ഞു പോയ തലവേദന എന്തിനാ നിങ്ങൾ തിരിച്ചു വരുത്താൻ ശ്രമിക്കുന്നത്? പോയത് പോയ വഴി പോട്ടെ. അവള് വരുന്നു കേട്ടപ്പോ പ്രതാപന് ഈ ഭ്രാന്താണെങ്കിൽ വന്നാ എന്തായിരിക്കും അവസ്ഥ? അവൾ ഇങ്ങോട്ട് വന്നാ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതാപന്റെ മുന്നിൽ തെളിയിക്കാനോ അവസരം ഉണ്ടാവും. പ്രതാപ, നീ പറഞ്ഞത് ശരിയാ. വീണ്ടും ഈ വീടിന്റെ പടി ചവിട്ടാൻ അവൾക്ക് യാതൊരു യോഗ്യതയില്ല. പക്ഷേ അവൾ ഈ വീട്ടിലേക്ക് വരേണ്ടതും ഇവിടെ 2-3 ദിവസം നിൽക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ചേച്ചി എന്താ ഈ പറയുന്നേ? ഞാൻ ആലോചിക്കുന്നതേ വരുന്ന ഇലക്ഷനെ കുറിച്ചാ. ഒരു സാധാരണക്കാരനൊപ്പം ഇറങ്ങിപ്പോയതുകൊണ്ടാ മന്ത്രി പ്രതാപവർമ്മ മകളെ അംഗീകരിക്കാത്തത് എന്നൊരു സംസാരം നാട്ടിലുണ്ടിപ്പോ. അത് നിനക്കറിയാലോ. സായാഹ്ന പത്രങ്ങളും സോഷ്യൽ മീഡിയയും ആ സംസാരം ഏറ്റുപിടിക്കുന്നതിന് മുൻപ് മന്ത്രി പ്രതാപവർമ്മയ്ക്ക് മകളുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണം. നിന്റെ സൽപ്പേരും രാഷ്ട്രീയ പ്രതിച്ഛായയും ഏത് വിധേനയും നിലനിർത്തേണ്ടത് നിന്റെ കടമയാണ്. ഫംഗ്ഷന് വന്നു പോകുന്ന ചില ഗസ്റ്റുകളിൽ ഒരാളായി നീ അവളെ പരിഗണിച്ചാ മതി. പിന്നെ ആവശ്യം നമ്മുടേതാ. ശരി. അവൾ മാത്രമേ ഇവിടേക്ക് വരാൻ പാടുള്ളൂ. എന്റെ മുന്നിൽ നിന്ന് എന്നെ കുത്തിയ ശത്രുവിനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പിന്നിൽ നിന്ന് എന്നെ കുത്തിയ വിശ്വാസവഞ്ചകനോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. അവളോടൊപ്പം അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. ശരി പ്രതാപ. എന്നാ പിന്നെ അതിന്റെ പാതി എടുത്തോണ്ട് ഓടിയാലാ? അങ്ങനെ എടുത്തോണ്ട് ഓടുവാണെങ്കിൽ പകുതിയാക്കുന്നതിലെന്താ? ഫുള്ള് എടുത്തോണ്ട് ഓടിയാ പോരെ? നീ കട്ടയ്ക്ക് കൂടെ വയ്ക്കോ, നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്താലോ? പ്രിയ, നീ കുറച്ച് ഗോൾഡ് എടുത്ത് തന്നാ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ രാത്രി വരാം, നീ സ്വർണ്ണം എടുത്ത് വെക്ക്. നീ വേറൊന്നും ആലോചിക്കണ്ട, നമ്മുടെ കഷ്ടപ്പാട് മാത്രം ആലോചിച്ചാൽ മതി. ചേട്ടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. നീ ചെല്ലേ, ഇത് ഞാനായിട്ട്.
എന്താണ് ചക്ക ഇത്? പതുക്കെ, എനിക്ക് ചെവി കേൾക്കാം. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എന്തു പറ്റി? ഋതികയെ പിന്നെ ഇവിടേക്ക് കേറ്റാൻ അമ്മാവനോട് വാദിച്ചെന്നും അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം അമ്മാവൻ സമ്മതിച്ചെന്നും ഞാൻ അറിഞ്ഞല്ലോ. അതെ, അതിനെന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? സൽപുത്ര, മോനെ ദീപകേ, നിനക്ക് അവളെ സ്വന്തമാക്കണ്ടേ? രാജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്ന് തെളിയിക്കണ്ടേ? വേണം. അതിന് നീ രാജുവിന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പ്ലാൻ ചെയ്യാനും പ്ലാൻ ചെയ്തത് നടത്താനും പറ്റുമോ? ഓ അങ്ങനെ. എടാ, നീ പോയേ നിന്റെ തല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകു. തലയ്ക്ക് ചൂട് പിടിച്ചു കഴിഞ്ഞാലേ ചില സമയത്ത് നിന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അമ്മ എന്നോട് പറയാതെ ഓരോന്ന് പ്ലാൻ ചെയ്താ പിന്നെ ഞാനെന്ത് വിചാരിക്കും? എടാ, ഈ അമ്മ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കണം. ഋതിക എവിടെ എത്തിക്കണം. അവളും രാജുവും ചേർന്ന് നടത്തുന്ന വിവാഹ നാടകം നുണയാണെന്ന് പ്രതാപന്റെ മുന്നിൽ എനിക്ക് തെളിയിക്കണം. ആ ദൗത്യം പൂർത്തിയായ പിന്നെ നിന്റെ കയ്യിലേക്ക് എല്ലാം വരും. വരുത്തും ഈ അംബിക.